നമ്മെ സംബന്ധിച്ചിടത്തോളം വിവിധ മേഖലകളിൽ നമ്മുടെ സംഘടനയിൽ അതിൻ്റെ ദഅ്വ പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും മഹല്ല് പ്രവർത്തനങ്ങളിലും സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. അതിലേറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനം ദീനിൻ്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ആദർശത്തിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. എന്നാൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമായി നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത പ്രവർത്തനമാണ് നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരോട്, മൃഗങ്ങളോട്, അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളോടും ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്ലാം എന്നത് കേവലം ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ഒതുങ്ങുന്ന ഒരു മതമല്ല. 24 മണിക്കൂറിൽ നമ്മുടെ നിർബന്ധിത നമസ്കാരത്തിൻ്റെ സമയമെന്നത് കൂടിയാൽ ഒരു 30-35 മിനിറ്റൊക്കെയാണ് നമുക്ക് വരിക. ബാക്കി വരുന്ന സമയങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൽ നമുക്ക് ചെയ്യാനുണ്ട്. അതിൽ മനുഷ്യരുമായി ഇടപഴകുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ഉത്തരങ്ങളിൽ ഒരു ഉത്തരം അംഫഅഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മനുഷ്യൻ എന്നത് മനുഷ്യർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന, ഉപകാരം ചെയ്യുന്ന മനുഷ്യനാണ് എന്നതാണ്. അതൊരു നിസ്സാര കാര്യമല്ല. നമ്മൾ നമ്മുടെ ആരാധനകളും ആദർശവുമൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നാം ജീവിക്കുന്ന മേഖലകളിൽ പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് ഉപകാരമുള്ളവരായി നമ്മൾ മാറുക എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഊൻ എന്ന അധ്യായം, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കുന്നവരെ നീ കണ്ടില്ലേ പ്രവാചകരെ എന്നതാണ്. ഫദാലിക്കല്ലദീ യദ്ഉൽ യത്തീം, അവർ യത്തീമിനെ പരിഗണിക്കാത്തവരാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് പ്രേരിപ്പിക്കാത്തവരുമാണ്. പിന്നെ അത് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ, അങ്ങനെയാണ് അവസാനിക്കുന്നത്. പരോപകാര വസ്തുക്കളെ തടഞ്ഞു വെക്കുന്നവരാണ്, നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവരാണ്. അപ്പോൾ സൂറത്തുൽ മാഊൻ എന്ന അധ്യായം ആരാധനയും അതുപോലെ തന്നെ മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പറയുന്നത്. അതിൽ യത്തീം എന്നത്, പിതാവ് നഷ്ടപ്പെട്ട മക്കൾ എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉത്തരവാദിത്വമുള്ള ഒരു മേഖലയാണ്. കാരണം ഒരു ഉപ്പയുണ്ടാകുക എന്നത് ഏതൊരാൾക്കും ജീവിതത്തിലൊരാശ്വാസമാണ്. ഉപ്പയില്ലാത്തവർക്ക് ഉപ്പയോളമാകാൻ നമുക്കാർക്കും കഴിയില്ല. എന്നാലും അവർക്ക് സമാധാനം നൽകുന്ന വാക്കും അവരെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളും അവർക്ക് തണലാകുന്ന കാര്യങ്ങളും നാം ചെയ്യണം എന്നതാണ്. അല്ലെങ്കിൽ അവർ മതത്തെ കളവാക്കുന്നവരാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ മുസ്ലിം സൊസൈറ്റിയിൽ ഈ സൊസൈറ്റിക്കെതിരെ എത്ര ആരോപണങ്ങൾ ഇസ്ലാമിക വിമർശകരിൽ നിന്നുണ്ടാകുമ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, അതായത് ഓഫ്ലൈനിൽ ജീവിക്കുന്നവർ, ഓൺലൈനിൽ നിരന്തരമായി ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും ഓഫ്ലൈനായി ജീവിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള മനുഷ്യന്മാർ നമ്മൾ നല്ലവരാണ് എന്ന് വിശ്വസിക്കുന്നതിലെ പ്രധാന കാരണം നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്, നമ്മൾ പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുന്നവരാണ്, നമ്മിലൂടെ നമ്മെ വിമർശിക്കുന്ന ഇതര മതസ്ഥരായ ആളുകളുടെ കുടുംബത്തിൽ വരെ സഹായമെത്തുന്നു. അതെന്തുകൊണ്ടാണ്? അത് മതപരമായ നമ്മുടെ ഒരു ബാധ്യതയാണ് എന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ പാവപ്പെട്ടവരും പ്രയാസപ്പെടുന്ന ആളുകളും ഉണ്ടാകുമ്പോൾ
നമുക്കവരെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എത്തിച്ചു കൊടുക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നത് മതപരമായ ഒരു ബാധ്യതയായി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഹാബത്തിനോട് പറയുന്നുണ്ട്, ഈ മസ്ജിദുൻ നബവിയിൽ 2 മാസം ഭജനമിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ കാര്യം ഖൈറും മിൻ അൻ യഅ്തകിഫ ഫീ മസ്ജിദി ഹാദാ ശഹ്റൈൻ മൻ മശാ ഫീ ഖളാഇ ഹാജത്തി അഖീഹി. തൻ്റെ സഹോദരൻ്റെ ഒരു പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടി ആരാണോ ഓടി നടക്കുന്നത് അവൻ 2 മാസം ഈ മസ്ജിദുൻ നബവിയിൽ ഭജനമിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഒരു മതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുന്നാസ് ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അംഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാണ്. വ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജല്ല സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് സന്തോഷം നൽകുക എന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് സന്തോഷം നൽകുക എന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് എന്നതാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, എത്രയോ കാലം കഴിഞ്ഞു പോയാലും യതീമായി വളർന്ന, മിസ്കീനായി വളർന്ന, പിതാവില്ലാതെ വളർന്ന ഒരു കുട്ടി അവൻ വലിയ സമ്പന്നനായി വലിയ പണക്കാരനായി മാറുമ്പോഴും അവൻ്റെ ആ യതീമായ ആ കാലഘട്ടത്തിൽ ഒരു 10 രൂപ ആരും അറിയാതെ പള്ളി കഴിഞ്ഞു പോകുമ്പോൾ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ച മരണപ്പെട്ടുപോയ ഒരു മനുഷ്യനെക്കുറിച്ച് അവൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അല്ലെങ്കിൽ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ അയാളെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിലേക്ക് വരുന്നത്, എൻ്റെ ഉപ്പ നഷ്ടപ്പെട്ടതിന് ശേഷം, മരിച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തന്ന ഒരാളാണല്ലോ എന്ന് ഒരുപക്ഷെ അയാളേക്കാൾ സമ്പന്നനായി ഈ മനുഷ്യൻ മാറിയിട്ടുണ്ടാകും. പക്ഷെ അവൻ്റെ ആ യതീമായി ജീവിച്ച ആ കാലഘട്ടത്തിൽ അയാളിൽ നിന്ന് ലഭിച്ച ആ സഹായം ഈ മനുഷ്യൻ്റെ മനസ്സിലേക്ക് സന്തോഷമാകും. ഒരാളെ കാണുമ്പോൾ പോലും, ഒരാളെ ഫസ്റ്റ് കാണുമ്പോൾ പോലും സലാം പറഞ്ഞ് അയാൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അയാളോട് പറയുക എന്നത്, അയാളെ ടെൻഷനാക്കാത്ത, അയാൾക്ക് മാനസികമായ അസ്വസ്ഥത ഉണ്ടാക്കാത്ത ഒരു വാക്കൊരാളോട് പറയുക എന്നത് ഏറെ ശ്രേഷ്ഠകരമായ ഒരു പ്രവർത്തനമാണ് എന്നാണ്. ഔ തക്ശുഫ അൻഹു കുർബ, കുർബ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രയാസപ്പെട്ടു എന്ന് തോന്നുന്ന സമയമാണ്. അതായത് ഇനി എനിക്കൊരു രക്ഷയില്ല, ഇനി അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ സഹായം എനിക്ക് വേണം എന്ന് വിചാരിക്കുന്ന ഒരു സമയം. ആ സമയത്ത് നിങ്ങൾ ഒരാൾക്ക് സഹായിയായാൽ അത് ഏറെ പ്രതിഫലമുള്ളതാണ്. ഇതേ വാക്ക് വെച്ചുകൊണ്ട് മറ്റൊരു ഹദീത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ വാക്ക് വെച്ച് ഖുർബത്തം മിൻ ഖുറബി ദുനിയ, ഒരാൾ പ്രതിസന്ധിയിലാകുന്ന സമയത്ത് നിങ്ങൾ അയാൾക്ക് ആ പ്രതിസന്ധി തരണം ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു കൊടുത്താൽ നഫസല്ലാഹു അലൈഹി ഫി ദുനിയാ വൽ ആഖിറ, നമ്മൾ അനുഭവിക്കുന്ന ഐഹിക ലോകത്തെയും പാരത്രിക ലോകത്തെയും പ്രതിസന്ധിയുടെ ഒരു സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കില്ലാതാക്കി തരുമെന്നാണ്. ഔ തഖ്ലി അൻഹു ദൈന, നിങ്ങളൊരാളുടെ കടബാധ്യത ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രവർത്തനമാണ്. ഔ തത്റുദു അൻഹു ജുആ, ഒരാളുടെ വിശപ്പകറ്റാൻ നാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഏറെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് എന്നാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കുടുംബങ്ങൾ വിശക്കാതെ ജീവിക്കാനുള്ള കാരണം നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളാണ്. എന്തുകൊണ്ട് അവർ വിശപ്പ് അനുഭവിക്കുന്നില്ല എന്നതിൻ്റെ ഉത്തരം നാം ചെയ്യുന്ന സഹായമാണ്. അത് നിന്ന് കഴിഞ്ഞാൽ അവർ വിശപ്പ് അനുഭവിക്കുന്നവരാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ 2 മക്കളുടെ കൈ പിടിച്ചുകൊണ്ട് ഒരച്ഛനും ഒരമ്മയും ആത്മഹത്യയ്ക്ക് വേണ്ടി എത്രയോ ദൂരം അവർ അലഞ്ഞു. ആ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ അവരുടെ കൈപിടിക്കാൻ
ഒരാളും ഇല്ലാത്തത് കൊണ്ടാണ് അവർ അവസാനം ആത്മഹത്യയിലേക്ക് എത്തിയത്. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, വിശക്കാതെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നത് മുജാഹിദുകളുടെ, മുജാഹിദ് പ്രവർത്തകരുടെ, മുജാഹിദ് ആദർശം മനസ്സിലാക്കി ജീവിച്ച വിവിധ നല്ലവരായ മനുഷ്യന്മാരുടെ വിവിധ സംരംഭങ്ങൾ കൊണ്ടും സഹായങ്ങൾ കൊണ്ടുമാണ്. എനിക്കറിയാം, 2 വർഷം മുൻപ് ഒരു റമളാനിൽ ഒരു വീട്ടിലേക്ക് കയറിച്ചെന്ന് ചോദിച്ചു, എവിടുന്നാണ് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാറുള്ളത്? അപ്പോൾ ആ വീട്ടിലുള്ള യത്തീമായ ഒരു കുട്ടി പറഞ്ഞത്, സമൂസ അടുത്തുള്ള വീട്ടിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് എന്നതാണ്. അത് വ്യാപകമാണല്ലോ. എന്നേക്കാൾ കൂടുതൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, വിശക്കാത്ത എത്രയോ കുടുംബങ്ങൾ നമ്മുടെ കിറ്റുകൾ ആഗ്രഹിച്ചുകൊണ്ട് അത് കിട്ടിയാൽ അത് പൊട്ടിച്ചാദ്യം അത് തുറന്ന് അതിൽ നിന്ന് അരിയും സാധനവും എടുത്ത് അൽഹംദുലില്ലാ ഇനി 1 മാസം ഇങ്ങനെ പോകാം എന്ന് വിചാരിക്കുന്ന ആളുകൾ, അത് വളരെ ശ്രേഷ്ഠകരമായ പ്രവർത്തനമാണ്. ഔ തത്റുദു അൻഹു ജൂആ. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതായത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ള, മറ്റുള്ളവർക്ക് ഉപകാരമുള്ള മനുഷ്യനാകുക എന്നതാണ്. മറ്റുള്ളവരുടെ മനസ്സിലേക്ക് സന്തോഷം നൽകുക എന്നതാണ്. പ്രയാസപ്പെടുന്ന സമയത്ത് സഹായഹസ്തമാകുക എന്നതാണ്. ഒരാളുടെ കടബാധ്യത ഒഴിവാക്കി കൊടുക്കുക എന്നതാണ്. ഒരാളുടെ വിശപ്പിന് പരിഹാരം കാണുക എന്നതാണ്. വലി അൻ അംശി മഅഖില്ലി ഫി ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫിൽ മസ്ജിദിൽ ഹാദാ ഷഹ്റൻ. ശേഷമാണ് നബി പറയുന്നത്, മറ്റുള്ളവന്റെ കാര്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവൻ ഈ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അത് മതം പഠിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാ. സഅ എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യുക എന്നതാണ്. അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ, വിധവയുടെ കാര്യത്തിൽ, പാവപ്പെട്ടവന്റെ കാര്യത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവൻ കൽ മുജാഹിദി ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. ശേഷം പറയുന്നത്, എല്ലാ സന്ദർഭങ്ങളിലും നമസ്കരിക്കുന്നവനെ പോലെ, എല്ലാ ദിവസങ്ങളിലും വ്രതമനുഷ്ഠിക്കുന്നവനെ പോലെ എന്ന ഹദീസിൻ്റെ ബാക്കിയായി കൊണ്ട് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ടർ പറയുന്നു. അപ്പോൾ ശ്രേഷ്ഠകരമായ പ്രവർത്തനമാണ് ഈ രംഗത്ത് നാം നിർവഹിക്കുന്നത്. ഇത് നിർവഹിച്ചു എന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടവും സംഭവിക്കുന്നില്ല. പലപ്പോഴും ഈ സേവന പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ചില വിഷമങ്ങൾ ഒരു പക്ഷേ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അത് നാം സഹായം ചെയ്തു കൊടുത്ത ആളുകളിൽ നിന്നുള്ള ചില ചൂഷണങ്ങളാകാം. പക്ഷേ അത് നിർത്താനുള്ള, ഈ സഹായ പ്രവർത്തനം നിർത്താനുള്ള ഒരു കാരണമാകരുത്. നമ്മെ ചൂഷണം ചെയ്യാൻ ചില ആളുകളെങ്കിലും ഇത് ഉപയോഗിച്ചു എന്ന് വരാം. അവർക്ക് നാം കിറ്റ് കൊടുക്കുന്നു, നാം സഹായം കൊടുക്കുന്നു, നാം സാമ്പത്തിക സഹായം കൊടുക്കുന്നു, നാം വൈദ്യസഹായം കൊടുക്കുന്നു. പക്ഷേ അവർക്ക് മറ്റു മാർഗങ്ങൾ വേറെയും ലഭിക്കുന്നു. അല്ലെങ്കിൽ ആ കുടുംബത്തിൽ മക്കൾ വേറെ വലുതായി സാമ്പത്തികമായ ഒരു അവസ്ഥയിലേക്ക് അവരെത്തി. വീണ്ടും നമ്മെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും ഇനിയൊരു അർത്ഥമല്ല. എല്ലാ ആളുകളും നമ്മെ ചൂഷണം ചെയ്യാൻ, നമ്മെ പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. അത് ചില വിഷമമുണ്ടാവും. നമ്മൾ ഇത്രയും സഹായിച്ച ആളുകളാണല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മളൊരു വീട് കയറ്റി കൊടുത്ത ആളാണല്ലോ നമുക്കെതിരായി തീർന്നത്. നമ്മളൊരു സഹായം കൊടുത്ത കുടുംബമാണല്ലോ നമ്മെക്കുറിച്ച് ഗീബത്തും നമീമത്തും പറഞ്ഞത്. അപ്പം നമുക്കിങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവും. ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും സാധാരണ നമ്മൾ പറയലെന്നെന്താ, ഒരാൾ ശത്രുവാകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അയാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്താൽ മതി എന്നാ. അതൊരു പൊതു തത്വമാണ്. അവിടെയാണ് ഇസ്ലാം വീണ്ടും നമുക്ക് സമാധാനം നൽകുന്നത്. അതാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത. കാരണം നാം ഈ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പം നമുക്ക് ടെൻഷൻ കുറച്ച് കുറയും. അല്ലാത്ത ആളുകൾക്ക് ഇത് ടെൻഷൻ ഉണ്ടാവും. അവർ പിന്നെ ഈ സേവന പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ നിർത്തും. അതുകൊണ്ടാണ് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക എന്നതാണ്. അതാണ് ഇന്നമാ നുത്ഇമുക്കും ലി വജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഞങ്ങൾ അവരെ ഭക്ഷിപ്പിക്കുന്നത്, ഞങ്ങൾക്ക് അവർക്ക് സഹായം നൽകുന്നത്
ലാ നുരീദു മിൻകും, അവരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ വലിയൊരു കാര്യമല്ല പറയുന്നത്, എന്ത് ജസാഅൻ വലാ ശുക്കൂറ, എന്തെങ്കിലും ഒരു താങ്ക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചുള്ള ഒരു റിവാർഡ്, ഒരു സമ്മാനം, അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം ഏറ്റവും ചെറുതാ പറഞ്ഞ്, അവരിൽ നിന്ന് ഞങ്ങൾ ഇതേപോലെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതല്ല. സാധാരണ സഹായത്തെക്കുറിച്ചൊക്കെ ആളുകൾ എന്താ പറയുക, അയാൾ അങ്ങനെ ഒന്നിന് ഇറങ്ങിയിട്ടുണ്ടോ, അതിനെന്തെങ്കിലും അപ്പുറത്തൊന്ന് കാണുന്നുണ്ടാവുന്ന എന്ന് മാത്രമല്ല, അതിൻ്റെ അപ്പുറം എന്തെങ്കിലും കാണുന്നുണ്ടാവുന്ന. പക്ഷേ ഖുർആൻ ഇവിടെ പറഞ്ഞെന്താ വെച്ചാൽ, നമ്മളിത് ചെയ്യുന്നത് അവരിൽ നിന്ന് ശരി താങ്ക്സ്. അപ്പം നമ്മളൊരു കിറ്റ് കൊണ്ടേ കൊടുത്തു, അയാൾ എന്തായാലേ കൊണ്ടേ കൊടുത്തിട്ട് ഒന്ന് ശുക്രൻ അല്ലെങ്കിൽ ജസാക്കല്ലാന്നും കൂടി പറഞ്ഞില്ലല്ലോ. അത് പറയലെന്താണ്, അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു മര്യാദയാണ്. ജസാക്കല്ലാ, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. അത് നമ്മൾ അവിടെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം. ആളുകളെ സഹായിക്കുമ്പോൾ, ആളുകൾ നിങ്ങളെ സഹായിക്കുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ. പക്ഷെ നമ്മൾ അവരിൽ നിന്നൊരു ശുക്ർ പോലും പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു ഭാഗം. അപ്പം നമ്മൾ കൂടുതൽ ഈ മേഖലയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ നന്മ ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്, നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ടല്ലോ, ഇന്നലി ഖറാബത്തുൻ, പ്രവാചകരെ എനിക്ക് അടുത്ത ചില ആളുകളുണ്ട്, അസ്ലുഹും, ഞാൻ അവരോട് നല്ല ബന്ധം പുലർത്തും, വയഖ്തഊനി, അവരെന്നോട് ബന്ധം മുറിക്കും, വഅഹ്സിനു ഇലൈഹിം, ഞാൻ അവരോട് ഏറ്റവും നന്നായി വർത്തിക്കും, വയുസീഉന ഇലയ്യ, അവരെന്നോട് മോശമായി വർത്തിക്കും, വഅഹ്ലുമു അൻഹും, ഞാൻ അവരോട് വിവേകത്തോടു കൂടി നിൽക്കും, വയജ്ഹലൂന അലയ്യ, അവർ എന്നോട് ജാഹിലായിക്കൊണ്ടാണ് നിൽക്കുക. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ കുൻത കമാ ഖുൽത, നീ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിൽ, ഫകഅന്നമാ തുസിഫുഹുമുൽ മല്ല, നീ അവരെ ചൂടുള്ള വെണ്ണീറാണ് തീറ്റിപ്പിക്കുന്നത്. വലാ യസാലു മഅക മിനല്ലാഹി ലഹീറുൻ അൻഹും മാ ദുംത അലാ ദാലിക, എന്തവർ തിരിച്ചിങ്ങോട്ട് ചെയ്താലും നീ എത്രത്തോളം അവരുടെ കാര്യത്തിൽ നന്മ ചെയ്യുന്നുവോ അത്രയും കാലം നിന്റെ കൂടെ അള്ളാഹുവിൻ്റെ ഒരു മലക്കിൻ്റെ പ്രാർത്ഥനയുണ്ടാകുമെന്നാണ്. അപ്പം അത് ഈ രംഗത്ത് പ്രധാനമാണ്. കാരണം നമ്മൾ എത്ര നന്മ ചെയ്താലും ഇങ്ങോട്ടെന്തെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്നത്. അത് നമുക്ക് പറയാൻ സുഖമാണ്, കേൾക്കാനും സുഖമാണ്. പക്ഷെ അത് നമ്മൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുക എന്നത് പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനമാണ് നാം നിർവഹിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ ഇതൊരു 2 മാസം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വലുപ്പം നമുക്ക് മനസ്സിലാകും. അപ്പോഴാണ് ഇവിടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എത്രയോ വലിയ ആളുകളുണ്ട്, എത്രയോ ആളുകളെ സഹായിക്കുന്നവരുണ്ട്. അപ്പോഴാണ് നിങ്ങളുടെയൊക്കെ ഫോണിനൊരു ഒഴിവുണ്ടാവില്ല. ഫീൽഡിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വിളി വരും, ഇങ്ങനെ പറയും, അവിടെ കിറ്റെത്തിയില്ല എന്ന് പറയുന്നുണ്ട്, അവിടെ ഡയാലിസിന് പ്രശ്നമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് IMBയുടെ ഒരു പ്രത്യേകതയായി നമുക്ക് പലപ്പോഴും തോന്നാറുള്ളത്, IMB ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ 10% പോലും പുറത്ത് പലപ്പോഴും അതിൻ്റെ പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. ഇതതിൻ്റെ സേവന പ്രവർത്തനങ്ങളുമായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഫീൽഡിൽ സജീവമായി മുന്നോട്ട് പോകാൻ സാധിക്കണം. ISMൻ്റെ സംസ്ഥാന ഈലാഫ് എന്ന് പറയുന്ന സംവിധാനം, ആ സംവിധാനത്തിലെ ഫീൽഡിലെ, മണ്ഡലത്തിലെ, ജില്ലയിലെ വളരെ സജീവരായ പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകരെയും ചേർത്തി സമൂഹത്തിന് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ, ഇത് മതപരമായ ഒരു ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് എന്ന നിലക്ക് തന്നെ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.